നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കോറൽ ഡ്രോയിൽ ഒരു ഫ്ലക്സ് ബോർഡ് ഡിസൈൻ ചെയ്യുന്ന രീതിയാണ്. ആദ്യമായിട്ട് നമ്മൾ കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഫയൽ ന്യൂവിൽ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 6 അടി 10 അടി സൈസുള്ള ബോർഡാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഫീറ്റ് സൈസ് കൊടുക്കുക. ഫീറ്റ് കൊടുത്ത ശേഷം 6 അടി വിഡ്ത്ത് 10 അടി ഹൈറ്റും കൊടുക്കാം. ഇനി അതല്ല എന്നിട്ട് റെസൊല്യൂഷൻ 72 കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ ഫീറ്റിനെ ഇഞ്ചസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ 1672 120 ഇഞ്ച് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതല്ല ഫീറ്റ് സൈസിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. കളർ മോഡ് CMYK കൊടുക്കേണ്ടത്. റെസൊല്യൂഷൻ 72 മതിയാകും. ആക്ച്വൽ സൈസിൽ ചെയ്യുമ്പോൾ 72 മതി. ഇത് തന്നെ നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുമ്പോൾ 6 ഫീറ്റ് എന്നുള്ളത് 6 ഇഞ്ചും 10 ഫീറ്റ് ഹൈറ്റ് എന്നുള്ളത് 10 ഇഞ്ചും ആക്കി ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ 600 ആക്കി കൊടുക്കാറുണ്ട്. ഇതിൽ നമുക്ക് തൽക്കാലം 610 എന്നുള്ള ഫീറ്റ് അടിക്കണക്കിൽ കൊടുത്താൽ മതിയാകും. നമ്മൾ ഫയലിൽ സേവാസ് ചെയ്യുന്നു. സേവാസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാറ്റർ അതിൻ്റെ ഇമേജസ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ ആരംഭിക്കുക. ഞാനത് സേവ് ചെയ്തു. അതിനാവശ്യമുള്ള മാറ്റർ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്യൂട്ടി സലൂണിൻ്റെ ബ്രോഷാണ് ചെയ്യുക. ഡ്രീം ലൂൺ ഹെയർ കെയർ ആൻഡ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് അതിൻ്റേത്. അതിൽ ഹെയർ സലൂണുണ്ട്, ഫേഷ്യലുണ്ട്, അങ്ങനെ കുറച്ച് അവരുടെ ആക്ടിവിറ്റികളുടെയൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ അഡ്രസ്സ്, പിന്നെ ഫോൺ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽ, പിന്നെ 20% ഓഫ് അവർ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെയും ഒരു ഭാഗം കൂടി അതിനകത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് അതിൻ്റെ പേര് ഡ്രീം ലൂൺ എന്നുള്ള ആ പേരിനെ ഞാനിവിടെ കോപ്പി ചെയ്തെടുത്ത് നമ്മുടെ കോറൽ ഡ്രോയിലേക്ക് പ്ലേസ് ചെയ്യണം. ടെക്സ്റ്റ് ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റിൽ പേസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ Ctrl+V എന്ന ഷോർട്ട് കട്ട് പ്രസ് ചെയ്താൽ മതിയാവും. അതിവിടെ വന്നിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെ വലിച്ച് നമുക്ക് വലുതാക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തൊക്കെ പിടിച്ച് വലിച്ചാൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് വലുതായിക്കോളും. ഡ്രീം ലൂൺ. അതിനെ ഒരു ഫോണ്ട് ഞാൻ മാറ്റുകയാണ്. സാധാരണ ഇത്തരം വർക്കുകൾക്കൊക്കെ ഒരു ലോഗോയൊക്കെ ഉണ്ടാകും. തൽക്കാലം ഇവിടെ ലോഗോയൊന്നും നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് അതിന് ഒരു ഫോണ്ട് കൊണ്ട് ആ ഒരു ലോഗോ സ്റ്റൈലിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഞാനിപ്പോൾ ഒരു പൗള മെറ്റിൽഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് ഇവിടെയുണ്ട്, എൻ്റെ കൈവശമുണ്ട്. അതില്ലെങ്കിൽ നെറ്റിലേക്ക് കയറി നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ഫോണ്ടാണ് പൗള മെറ്റിൽഡ. ആ ഫോണ്ട് എടുത്തിട്ട് അതിനൊരു ഷേപ്പ് അല്പം മാറ്റം വരുത്തിയെടുക്കാൻ പോവുകയാണ്. ഇതാണ് ആ ഫോണ്ട്, പൗള മെറ്റിൽഡ എന്നുള്ള. അതിവിടെ പ്ലേസ് ചെയ്തു. അടുത്ത മാറ്റർ ഹെയർ കെയർ ആൻഡ് ബ്യൂട്ടി പാർലർ എന്നാണ്. അതിനോട് ചേർന്ന് തന്നെ വരേണ്ട ഒരു മാറ്ററാണ്. അതിൻ്റെ പേരിൻ്റെ ഒപ്പം തന്നെ നിൽക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ആ പേരിൻ്റെ തൊട്ട് താഴെ തന്നെ ഞാൻ അതിനെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ടായിരിക്കും വരിക. ഇതിൻ്റെ നീളം, അതായത് ഡ്രീം ലൂണിൻ്റെ അതേ നീളത്തിൽ തന്നെ വെക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഇത് ഞാനൊന്ന് ക്യാപിറ്റലാക്കുകയാണ്. മൊത്തം ടെക്സ്റ്റ് ടൂൾ വെച്ച് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് കേസിൽ പോയി അപ്പർ കേസ് കൊടുത്താൽ മതി. അത് മുഴുവനായിട്ടും ക്യാപിറ്റൽ ലെറ്റർ ആവും. ഇതിൻ്റെ ഫോണ്ട് കൂടെ ഞാനൊന്ന് മാറ്റുകയാണ്. ഞാനൊരു സെഞ്ചുറി ഗോത്തിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയിൻ ഫോണ്ട് ഇവിടെയുണ്ട്, അതാണ് ഉപയോഗിക്കാം. അതുപോലെ ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ സെഞ്ചുറി അല്ല, സെഞ്ചുറി ഗോത്തിക് എന്ന് പറഞ്ഞ ഫോണ്ടാണ് എനിക്ക് ഉപയോഗിക്കേണ്ടത്. അതിനെ അല്പം കൂടി ചെറുതാക്കി ഇതിൻ്റെ അതേ നീളത്തിൽ കൊണ്ട് നിർത്തുകയോ വേണമെങ്കിൽ അതിന് നീളം കുറച്ചിട്ട് നമ്മൾ ഷേപ്പ് ടൂൾ എടുത്ത് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അക്ഷരങ്ങൾ തമ്മിലുള്ള ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസിങ് കൂടിയിട്ട് കുറച്ച് റീഡബിൾ ആയിരുന്നു. അങ്ങനെ അകലം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ റീഡബിലിറ്റി കൂടുതൽ കിട്ടാറുണ്ട് ഇത്തരം ഫോട്ടോകൾ. ഇനി ഇതിനെ രണ്ടും കൂടി ഒരുമിച്ചൊന്ന് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ Ctrl+G കൊടുക്കുകയോ ചെയ്താൽ മതി. അത് ഗ്രൂപ്പായി. അതിനെ എന്നിട്ട് വേണമെങ്കിൽ അല്പം കൂടി വലുതാക്കാം. നമുക്ക് ഇങ്ങനെ വലുതാക്കി വെച്ചു. അടുത്ത മാറ്റർ ഞാൻ എടുക്കുകയാണ്. ഹെയർ സലൂൺ, ഫേഷ്യൽ, ബ്യൂട്ടി സ്പാ, വുമൺ ഹെയർ കട്ട്, അങ്ങനെ കുറേ അധികം ഇവരുടെ ആക്ടിവിറ്റികളുടെ
പേരുകൾ എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ വരെയുണ്ട്. ബ്രൈഡൽ സർവീസസ് വരെ കുറേ അധികം മാറ്ററുണ്ട്. അതിന് ഒരുമിച്ച് ഞാൻ കോപ്പി ചെയ്തെടുത്ത് ഈ മാറ്ററിൻ്റെ അടിയിലേക്ക് അങ്ങ് പ്ലേസ് ചെയ്യുകയാണ്, പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ കൊടുത്തു. അത് ചെറുതായിട്ടാണ് വരിക. അതിനെ ഞാനൊന്ന് വലിച്ച് വലുതാക്കി വെച്ചു. അതിൻ്റെ ഫോണ്ട് നമുക്കൊന്ന് ക്യാപിറ്റലാക്കാം. മുഴുവൻ എല്ലാം കൂടി അങ്ങ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചെയിൻ കേസ് കൊടുത്ത് അപ്പർ കേസ് കൊടുത്താൽ മുഴുവനായിട്ട് അത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വരും. അതിനുശേഷം അതിനെ ഒന്ന് അല്പം ഒതുങ്ങിയ ഫോണ്ട് ഞാൻ ചൂസ് ചെയ്യുകയാണ്. കാരണം ഈ സ്പേസിൽ നിൽക്കണമല്ലോ. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ താഴേക്കല്ല, 1 by 1 ഒന്നിന് ശേഷം അടുത്തത് വരുന്നത്. ഇടയ്ക്ക് ഒരു ലൈൻ സ്പേസ് കൊടുത്തിട്ട് ഹെയർ സലൂണിൻ്റെ ലാസ്റ്റ് കർസർ വെച്ച് ഒരു സ്പേസ് അടിച്ചിട്ട് നമ്മുടെ ഒരു സ്ലാഷ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ പോലുള്ള ഒരു സ്ലാഷ് ഉണ്ട്, അതാണ് കൊടുക്കുക. എന്നിട്ട് ഡിലീറ്റ് അടിക്കുമ്പോൾ അടിയിലത്തെ മാറ്റർ വീണ്ടും കയറി വന്നോളും. അങ്ങനെ ഓരോന്നിനും ഇങ്ങോട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വന്നിട്ട് ഒന്ന് കഴിയുമ്പോൾ അടുത്ത വരുന്നത് പോലെ, അടുത്ത ഇത് വരുന്നത് പോലെ ഡിലീറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ടുവരാം. അത് കുറച്ചുകൂടി ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. കാരണം അതിൻ്റെ ലൈൻസ് എണ്ണം കൂട്ടിക്കൊണ്ട് കൂടുതൽ ഭംഗിയാക്കാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് ഞാനൊന്നുകൂടെ അതിനെ മുറിക്കുകയാണ്. ഹെയർ കട്ട്, സ്കിൻ കെയർ, അങ്ങനെ മെയിൻ പെഡിക്യൂർ, മാനിക്യൂർ, ഇതിനെ ഒന്ന് സെൻറ്റർ അലൈൻമെൻ്റ് ആക്കിയ ശേഷം ഇവിടേക്ക് മാക്സിമം വലിച്ച് വലുപ്പം കൂട്ടി വയ്ക്കുക. അതിവിടെ നിൽക്കട്ടെ. അതിന് വേണമെങ്കിൽ ഒന്ന് ബോൾഡ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ തമ്മിലുള്ള വേർഡ് സ്പേസിങ് അല്പം താഴേക്ക് കൂട്ടി കുറച്ചുകൂടെ റീഡബിൾ ആക്കി വയ്ക്കാം. ഇങ്ങനെ ആയിക്കട്ടെ. ഇതിനുശേഷം ഇത് പ്രധാനമായിട്ട് ഇവർ ഹെയർ കെയറിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ല സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹെയർ ഉള്ള ഒരു പടം, ഒരു ലേഡിയുടെ പടം വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാനൊരു പിക്ചർ തൽക്കാലം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പിക്ചറിനെ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു പിക്ചറിനെ ഞാൻ ഇങ്ങോട്ട് ഒന്നുകിൽ ഡ്രാഗ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഫയലിൽ ഇമ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ആ പിക്ചർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം. ഈ പിക്ചറാണ് ഞാൻ എടുക്കുക. ഒരു ഹെയർ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പടമുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുക. ആ പിക്ചറിനെ അവിടെ മാക്സിമം വലുപ്പത്തിൽ ഞാൻ വെക്കുകയാണ്. കാരണം നമ്മൾ ഫ്ലെക്സ് ബോർഡൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഹൈ റെസൊല്യൂഷനുള്ള ക്വാളിറ്റി പിക്ചർ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് പ്രിൻ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകാൻ സാധിക്കും. ഈ പിക്ചർ ഹൈ ക്വാളിറ്റിയാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് സൂം ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതിൽ സ്കിൻ ടോണൊക്കെ വളരെ കറക്റ്റായിരിക്കും, സ്കിന്നിൻ്റെയൊക്കെ ഭാഗമെല്ലാം വളരെ ഷാർപ്പായിരിക്കും. അത്തരം പിക്ചറുകൾ മാത്രമേ ഫ്ലെക്സ് ബോർഡ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. കാരണം അതിനെ ഒരു ഷാർപ്നെസ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രിൻ്റ് അടിക്കുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് രീതിയിലേക്ക് കാണാൻ സാധിക്കും. അതിവിടെ ഫുൾ സൈസിൽ 6 ഫീറ്റിൽ തന്നെ വലിച്ച് വലുതാക്കി വയ്ക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി വരുന്ന ലെറ്റർ ഞാൻ എടുക്കുന്നു. ഒരു ഫോൺ നമ്പറുണ്ട്, പിന്നെ
20% ഓഫ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ 25% ഒരു ഓഫർ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓൾ ട്രീറ്റ്മെൻറ്റുകൾക്ക്, എല്ലാ ട്രീറ്റ്മെൻറ്റുകൾക്കും 25% ഓഫ് അവർ കൊടുക്കുന്നുണ്ട്. ആ ഒരു മാറ്റർ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് അല്പം കൊടുക്കേണ്ടതാണ്. അതിനെ എടുത്തിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ ഹെയറിൻ്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതിവിടെ വന്നിട്ടുണ്ട്. ഇതാണ്. അതിൽ ഈ 25% എന്നുള്ളതിനെ മാത്രം ഞാനിങ്ങ് കട്ട് ചെയ്തിരുന്നു. Ctrl+X അടിച്ചിട്ട് Ctrl+V പേസ്റ്റ് ചെയ്യും. അതിനെ മാക്സിമം നമ്മൾ വലിപ്പം കൂട്ടി തന്നെ ഇവിടെ പ്ലേസ് ചെയ്യുക. നന്നായിട്ട് കാണേണ്ട ഒരു മാറ്റർ ആയതുകൊണ്ട്. പിന്നെ ഈ ഓഫ് എന്നുള്ള ഒരു മാറ്റർ ഉണ്ട്, അതിനെയും കൂടി നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. കാരണം ഇവിടെ ഒരു ഭംഗി ആയ രീതിയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി അതിനെ ഒന്നുകിൽ 90 ഡിഗ്രി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ട് കർസർ കൊണ്ടിട്ട് റൗണ്ട് ചെയ്യാനും ഒക്കെ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനെ എന്നിട്ട് നമ്മുടെ ഈ 25% സെയിം സൈസിലേക്ക് ഇങ്ങനെ ഹൈറ്റ് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ നീളത്തിൽ നമുക്ക് ഈ ഓഫ് എന്നുള്ളത് വേണമെങ്കിൽ കളർ മാറ്റാം. നമുക്കൊരു യെല്ലോ കളറോ മറ്റോ കൊടുത്തിട്ട് ബോൾഡ് ചെയ്ത് അവിടെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് വെക്കാം. ഫോർ ഓൾ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനെ നമ്മൾ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് കേസിൽ അപ്പർ കേസ് കൊടുക്കുക. അതിൻ്റെ ഫോണ്ട് മറ്റൊരു ഫോണ്ടാക്കിയാൽ കുറച്ചുകൂടി നമുക്കതിനകത്ത് കൂടുതൽ വലുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അല്പം ഒതുങ്ങിയ ഫോണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സ്വിസ് എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാണെങ്കിൽ അവിടെ ഒതുങ്ങി കൂടുതൽ വലിപ്പത്തിൽ തന്നെ അവിടെ ഉപയോഗിക്കണം. ഇപ്പോൾ അതൊരു സ്ക്വയർ മാതിരി നമ്മളിപ്പോൾ അതവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ടത് കാണുന്നത് വായിക്കാനും ഒക്കെ പറ്റും. വേണമെങ്കിൽ അല്പം കൂടി വലിപ്പം കൂട്ടണമെങ്കിൽ എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടി വലിപ്പം കൂടി വയ്ക്കാം ആവശ്യമുണ്ട്. ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് ആകുമ്പോൾ മാക്സിമം വലിപ്പത്തിൽ വെച്ചാലേ ഉള്ളൂ ആളുകൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മുടെ ഹെയർ സ്റ്റൈലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് 1-2 ഹെയർ സ്റ്റൈലിൻ്റെ പിക്ചറുകൾ കൂടി ഞാൻ ഇതിനകത്ത് പ്ലേസ് ചെയ്യുകയാണ്. ഞാനൊരു റൗണ്ട് ഉപയോഗിച്ച് ഇവിടെ പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 3 റൗണ്ടുകൾ കൊടുത്തുകൊണ്ട് 3 ചിത്രങ്ങൾ ഞാനിവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു റൗണ്ട്, അതിൻ്റെ തന്നെ 3 ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുകയാണ്. ഇവിടെ ട്രാൻസ്ഫോമിൽ വന്നിട്ട് നമുക്ക് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ അടുത്ത കോപ്പി കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കോപ്പി കൂടി ഞാൻ ഇപ്പുറത്തേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ 3 റൗണ്ടുകൾ വെച്ചിട്ടാണ് അതിന് നമുക്ക് പിക്ചറുകൾ അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ 3 വിവിധ വ്യത്യസ്തമായിട്ടുള്ള ഹെയർ സ്റ്റൈലുകളുടെ പിക്ചറുകൾ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇവിടെ വയ്ക്കുകയാണ്. ഫയലിൽ ഇമ്പോർട്ടിൽ പോയിട്ട് നമുക്ക് ആ പിക്ചറുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആദ്യമായിട്ട് ഈ ഒരു ചിത്രം നേരത്തെ തന്നെ നമ്മളിത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ കുറേ ചിത്രങ്ങൾ നേരത്തെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ കൂടുതൽ നമ്മുടെ കളക്ഷനുകളിൽ ഇങ്ങനെയുള്ള പിക്ചറുകളൊക്കെ കരുതി വെക്കുവാൻ ശ്രദ്ധിക്കുക. ഈ പിക്ചർ ഈ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വേണം കയറ്റാം. നമ്മൾ കൺട്രോൾ പേജ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ അത് താഴേക്ക് റൗണ്ടിന് താഴേക്ക് വരും. അതിന് ശേഷം അതിലേക്ക് കറക്റ്റ് സൈസ് ചെയ്ത് അതിൻ്റെ ഹെയറും എല്ലാം കിട്ടുന്ന രീതിയിൽ ആ റൗണ്ടിനകത്ത് വെച്ച ശേഷം നമ്മൾ ഒബ്ജക്റ്റ് മെനുവിൽ പവർ ക്ലിപ്പ് എടുക്കുക. ആദ്യം സെലക്ട് ചെയ്യണം. ഈ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ പവർ ക്ലിപ്പിൽ പ്ലേസ് ഇൻസൈഡ് ഫ്രെയിം എടുത്ത ശേഷം നമ്മുടെ ഈ റൗണ്ടിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് അത് കയറി ആ ഷേപ്പിൽ വരും. അതിനെ അങ്ങ് മാസ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വേറെ 2 പിക്ചർ ഉണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ ഇതുപോലെ തന്നെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓരോ ഹെയർ സ്റ്റൈലിൻ്റെയും പിക്ചറുകളെ ഇങ്ങനെ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പവർ ക്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇതിനെയും കൺട്രോൾ പേജ് ഡൗൺ അടിച്ച് നമുക്ക് താഴ്ത്തി അല്പം വേണമെങ്കിൽ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടി കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ ഒബ്ജക്റ്റിൽ പവർ ക്ലിപ്പ് പ്ലേസ് ഇൻസൈഡ് ഫ്രെയിം കൊടുത്ത് ഫ്രെയിമിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതുപോലെ അടുത്ത പിക്ചറിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഈ ഒരു പിക്ചറാണ് എടുക്കുന്നത്. അതിനെയും നമുക്ക് അടുത്ത 3ാമത്തെ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ പിക്ചർ ഞാൻ കൺട്രോൾ പേജ് ഡൗൺ അടിച്ച് താഴേക്ക് താഴ്ത്തി ഇതിൻ്റെ ഹെയറിൻ്റെ ഭാഗം മാത്രം കണ്ടാൽ മതി. അതുകൊണ്ട് അല്പം കൂടി വലുതാക്കുകയാണ്. അതിനെയും നമ്മൾ ഒബ്ജക്റ്റിൽ പവർ ക്ലിപ്പ് പ്ലേസ് ഇൻസൈഡ് ഫ്രെയിം കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക്
അത് 3 വന്നു, കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് മാറ്ററിൽ ബാക്കിയുള്ളത് ആ ഫോൺ നമ്പറും വെബ്സൈറ്റും ഒക്കെയാണ്. അത് ഇങ്ങോട്ട് എടുക്കാം. ഫോൺ നമ്പർ എടുത്തു. അതിന് ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ വയ്ക്കാം. അവിടേക്ക് ഇങ്ങ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് മാക്സിമം വലുതാക്കി കൊടുക്കുക. മാക്സിമം വലുതുമായിരിക്കണം. അതുപോലെ തന്നെ നല്ല തടിയൻ ഫോണ്ടുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇമ്പാക്റ്റ് ഒക്കെ പോലുള്ള ആ ഒരു ടൈപ്പ് ഫോണ്ടാണെങ്കിൽ കുറച്ച് ലൈൻസ് ഇടയ്ക്ക് സ്പേസ് ഒക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വലിച്ച് മാക്സിമം വലുതാക്കി ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതുകൂടി വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊള്ളിക്കാം. അതിനെ കോപ്പി ചെയ്തെടുത്ത ശേഷം വേണമെങ്കിൽ ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയാണോ ആപ്റ്റായിട്ട് പ്ലേസ് ഉള്ളത് അവിടേക്കും നമുക്ക് വയ്ക്കാം. ഞാൻ തൽക്കാലം ഈ ഹെയറിൻ്റെ ഉള്ളിൽ തന്നെ വൈറ്റ് കളറിൽ വെക്കുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ കൂടി കോപ്പി ചെയ്യാം. കോപ്പി ആയില്ല എന്ന് തോന്നുന്നു. അതിന് നമുക്ക് സ്മോൾ ലെറ്റർ ആക്കേണ്ടത്. അതുകൊണ്ട് മൊത്തം സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോവർ കേസ് ആക്കിയാൽ മതി. അത് മൊത്തം സ്മോൾ ലെറ്ററിൽ വന്നിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അതിനെ ഭംഗിയായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാൻ കഴിയും. ഏകദേശം മാറ്ററും അതിൻ്റെ പിക്ചറുകളെല്ലാം അലൈൻമെൻറ്റ് നമ്മൾ കൃത്യമാക്കി വെച്ച് കഴിഞ്ഞു. ഇതിനെ കുറച്ച് മുകളിലേക്ക് ഉയർത്തി വെച്ചാൽ നല്ലതായിരിക്കും. അതിനുശേഷം പിന്നെ നമുക്കിത് ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ കൂടി കൊടുത്താൽ നല്ലതായിരിക്കും. വൈറ്റ് കളർ നല്ലതാണ്, പക്ഷേ ഫ്ലെക്സ് ബോർഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വൈറ്റ് ബോർഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് പൊടിയൊക്കെ പിടിച്ച് ഡസ്റ്റൊക്കെ പിടിച്ച് മുഷിയാൻ സാധ്യത ഉള്ളതുകൊണ്ട് പരമാവധി ഡാർക്ക് കളറുകൾ കൊടുക്കുന്നതാവും നല്ലത്. വൈറ്റ് കളറാകുമ്പോൾ പെട്ടെന്ന് മുഷിഞ്ഞിട്ട് ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വൈറ്റ് നല്ല സ്റ്റാൻഡേർഡ് കളറാണെങ്കിൽ പോലും. അപ്പോൾ അതിന് ഫുൾ സൈസിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നു. അപ്പോൾ 6x10 അടിയാണെങ്കിൽ ആ സെയിം സൈസിൽ ഞാനിവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ വിഡ്ത്ത് 6 ഫീറ്റ് 6 ഫീറ്റ് വിഡ്ത്തും അതുപോലെ ഹൈറ്റ് 10 6x10 നമുക്ക് ഇത് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പി നമ്മുടെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള കീബോർഡിലെ പി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് നമ്മുടെ ബോക്സ് സെൻറ്ററിലേക്ക് വന്ന് ഇങ്ങനെ കയറി എന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊരു കളർ നമുക്ക് ഫില്ല് ചെയ്യാം. ഒരു പിങ്ക് പോലുള്ള കളറോ എന്തെങ്കിലും ഫില്ല് ചെയ്താൽ നല്ലതായിരിക്കും. പിങ്കോ അല്ലെങ്കിൽ പർപ്പിൾ കളറോ ഒക്കെ ഇവിടെ ഉണ്ട് നല്ലത്. അതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറിനെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഷിഫ്റ്റ് പേജ് ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ ഇത് താഴേക്ക് താഴ്ന്ന് ഏറ്റവും അടിയിലേക്ക് വെക്കോളും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പലതിൻ്റെയും കളർ നമുക്ക് മാറ്റേണ്ടതായിട്ട്. ഇപ്പോൾ ഡ്രീം ലൂൺ എന്നുള്ളത് ഒക്കെ ആ ഒരു ബ്ലാക്ക് കളർ കിടന്നാൽ റീഡബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കളർ തീർച്ചയായിട്ടും മാറ്റി കൊടുക്കാം. വൈറ്റ് കളർ വേണമെങ്കിൽ ആദ്യം ഇട്ട് നോക്കാം. വൈറ്റ് വേണം. തൽക്കാലം അതിന് യെല്ലോ കളർ ഞാൻ കൊടുക്കുകയാണ്. യെല്ലോ കൊടുത്താലും കുഴപ്പമില്ല. അതുപോലെ അതിന് താഴെ വരുന്ന മാറ്ററുകൾക്കൊക്കെ വൈറ്റ് കളർ, ഏറ്റവും ബോട്ടത്തിൽ വരുന്നതിന് യെല്ലോ കളർ, അങ്ങനെ ഒരു രീതിയിൽ കോമ്പിനേഷൻ കൊടുക്കുകയാണ്. ഇത്രയും കഴിയുമ്പോൾ അതൊരു ഭംഗിയുള്ള ഫ്ലെക്സ് ബോർഡിൻ്റെ ഡിസൈനിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് ഇനി നമുക്ക് JPG ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് JPG ആയിട്ടോ ടിഫായിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്ത് നമുക്ക് പ്രിൻറ്റിങ് ഫേമിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ഈ സെയിം സൈസിൽ തന്നെ. അതുപോലെ ഇതിന് ചുറ്റും ഒരു ബോർഡർ ഉണ്ട് ഔട്ടർ. അതിന് വേണമെങ്കിൽ വൈറ്റ് കളർ കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയാവും. വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ സ്ട്രോക്ക് സൈസ് അല്പം കൂട്ടിയാൽ മതി. ഒരു 24 പോലെ 36 ഞാൻ കൊടുത്തു. അത് തന്നെ എല്ലാത്തിനും ഇവിടെയും എല്ലാ ഇതിനും ഒരു 36 സൈസ് കൊടുത്തിട്ട് വൈറ്റ് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അത് എടുത്ത് കാണുവാനൊക്കെ സാധിക്കും. പിന്നെ മാക്സിമം ബ്ലാക്ക് കളർ നമ്മൾ ഇതിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വേറെ ഒന്നുമല്ല, അതിൻ്റെ മഷിയുടെ പ്രിൻറ്റിങ്ങിൽ ചില അപാകതകൾ നേരിടാൻ സാധ്യതയുള്ളത് മിക്കവാറും ബ്ലാക്ക് കളറിലാണ്. അഥവാ ബ്ലാക്ക് കൊടുക്കുകയാണെങ്കിലും ഡയറക്റ്റ് 100% ബ്ലാക്ക് കൊടുക്കുക, അത് മിക്സ് ചെയ്ത് ബ്ലാക്ക് ഉണ്ടാക്കി ഇടുന്നതായിരിക്കും നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്.